ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 13 വാക്യം. എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ ഈശോ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ്. എന്റെ ഭവനം എന്ന് പറയുന്നത് പ്രാർത്ഥനാലയമാണ്. എന്തുകൊണ്ടാണ് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നത്? പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളിൽ കച്ചവടം നടത്തിയപ്പോൾ പ്രാർത്ഥനാലയത്തിന്റെ പ്രാധാന്യം മാറിയപ്പോഴാണ് അവൻ കോപിച്ച് ഈ ദേവാലയം ശുദ്ധീകരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് ഈശോ കോപിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതല്ലേ. വേറെ പല ഭാഗത്തും ഈശോ കോപിക്കുന്നില്ല, തിരുത്തലുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ദേഷ്യപ്പെട്ടുകൊണ്ട് വളരെയേറെ വിഷമത്തോടുകൂടി ചാട്ട ഉണ്ടാക്കി ഇവരെ അടിച്ചു പുറത്താക്കുകയാണ്. കാരണം അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് അത്ര വലുതാണ്. ദൈവത്തിന്റെ ആലയം, പ്രാർത്ഥനാലയമായിരിക്കേണ്ട സ്ഥലം കച്ചവട സ്ഥലമാക്കി. സ്നേഹമുള്ളവരെ, ഈ ഒരു പ്രവൃത്തി ഈശോ ചെയ്യുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതവും പ്രാർത്ഥനാലയമായിട്ട് നീ മാറ്റണം. ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭൗതികമായി കാണുന്ന ഈ ദേവാലയം മാത്രമല്ല, എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിന്റെ പരിശുദ്ധി കൂടി കാത്തു സൂക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എൻ്റെ ശരീരത്തില് എൻ്റെ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു കച്ചവട സ്ഥലമല്ല, മറിച്ച് അത് പ്രാർത്ഥനാലയമായിരിക്കണം. ദൈവം വസിക്കുന്ന സ്ഥലം, അത് പരിശുദ്ധിയില് കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് ഇന്ന് സാധിക്കണം. പക്ഷെ നമുക്കൊക്കെ ഇന്ന് പറ്റാതെ പോകുന്ന ഇത് തന്നെയാണ്. ഭൗതികമായ ദേവാലയത്തിൽ പോലും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, പരസ്പരം വർത്തമാനം പറയുന്നു. അതിന്റെ ചൈതന്യം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാനായിട്ടുള്ള സ്ഥലമല്ല ഈ ദേവാലയം എന്ന് പറയുന്നത്. ദേവാലയത്തിന് പുറത്ത് നിങ്ങൾ വർത്തമാനം പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടംപോലെ വർത്തമാനം പറയാനും കേട്ടോ. അത് പള്ളിക്കകത്ത് വെച്ചല്ല, മറിച്ച് ഈ പള്ളിക്ക് പുറത്ത് വെച്ച, പള്ളിക്കകത്ത് വെച്ച് ഞാൻ വർത്തമാനം പറയണം. ആരോടാണ് ഞാൻ വർത്തമാനം പറയേണ്ടത്? ദേവാലയത്തിൽ വെച്ച് ഞാൻ വർത്തമാനം പറയേണ്ടത് എൻ്റെ ദൈവത്തോടാണ്. എന്റെ ദൈവത്തോട് വർത്തമാനം പറയാനായിട്ട്, അവനോട് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. അവനോട് പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് ദേവാലയം. ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ശരീരമാകുന്ന ആലയത്തിന്റെ പരിശുദ്ധി, ദൈവം വസിക്കുന്ന എൻ്റെ ശരീരത്തെ അതിന്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ തിന്മയുടെ ശക്തികൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? ചില തഴക്കദോഷങ്ങള്, ചില ദുശീലങ്ങള് എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാം. എൻ്റെ ശരീരവും ദൈവം വസിക്കുന്ന ആലയമാണ് എന്ന് കാണുവാനായിട്ട്, അതിന്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട്, ഒരിക്കലും എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ കോപിക്കാനായിട്ട് ഇടയാവരുത്. അതുകൊണ്ട് പരിശുദ്ധിയിൽ എൻ്റെ ശരീരമാകുന്ന ആലയത്തെയും ഭൗതികമായ ദേവാലയത്തെയും കാത്തു സൂക്ഷിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.